പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കൊടിയേറി 4 നാളുകളിലായി നടക്കുന്ന നാടിന്റെ ഒരുമയുടെ ആഘോഷമായ ഭരണി ഉത്സവത്തിന് ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഭരണി. 28 വരെയാണ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ നടക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ ആചാരസ്ഥാനികരും ബാല്യക്കാരും ചേർന്ന് ആനപ്പന്തൽ ഉയർത്തി. രാത്രി 9-ന് കെട്ടിച്ചുറ്റിയ നർത്തകരും തിടമ്പുകളും തിരുവായുധങ്ങളും ധ്വജസ്തംഭത്തിലേറ്റാനുള്ള കൊടിയും മേലാപ്പുമായി ഭണ്ഡാര വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് പുറപ്പെട്ടു. ശുദ്ധികർമ്മങ്ങളും കലശാട്ടും പൂർത്തിയാക്കി അർദ്ധരാത്രി ഭരണി ഉത്സവത്തിന് കൊടിയേറി. ന് രാവിലെ കളനാട് തെക്കേക്കര മാതൃസമിതിയുടെ ലളിത സഹസ്രനാമ പാരായണവും തുടർന്ന് ഭജന, പൂരക്കളി എന്നിവയും നടക്കും. ആയിരത്തിരി ഉത്സവനാളായ 27 രാവിലെ 10-ന് ശ്രുതിലയ സംഗീത വിദ്യാർത്ഥികളുടെ ദേവീ നാമജപവും തുടർന്ന് ഭജന, പൂരക്കളി എന്നിവയും ഉണ്ടാകും. ആയിരത്തിരി ഉത്സവനാളുകളിലെ തിരുമുൽക്കാഴ്ചയുടെ വൈവിധ്യവും പുതുമയുമാണ് ഭരണി ഉത്സവത്തിന്റെ പ്രധാന കാഴ്ച. 32 പ്രാദേശിക സമിതികളാണ് കഴക പരിധിയിലുള്ളത്. ഈ സമിതികളുടെ നേതൃത്വത്തിൽ ജാതി വ്യത്യാസമില്ലാതെയുള്ള കൂട്ടായ്മകളാണ് ദേവിക്ക് തിരുമുൽക്കാഴ്ചകൾ അർപ്പിക്കുന്നത്. പള്ളിക്കര തണ്ണീർപ്പുഴ പ്രദേശത്ത് നിന്നും ഉദുമ പടിഞ്ഞാറേക്കര പ്രദേശത്ത് നിന്നും തുടർച്ചയായും ഒന്നിടവിട്ട വർഷങ്ങളിൽ മംഗളൂരുവിൽ നിന്നും കാഴ്ചകൾ സമർപ്പിക്കാറുണ്ട്. 27-ന് രാത്രി 10 മുതൽ തിരുമുൽക്കാഴ്ചകളെത്തും. ചിറമൽ പ്രദേശത്ത് നിന്നുള്ള തിരുമുൽക്കാഴ്ചയാണ് ആദ്യമെത്തുക. രണ്ടാമതായി ഉദുമ പടിഞ്ഞാർക്കരക്കാരും 12-ന് എരോൽ ആറാട്ടുകടവുകാരും 1-ന് പള്ളിക്കര തണ്ണീർപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രയും എത്തും. പുലർച്ചെ 2:30-നാണ് ഉത്സവ ബലി. 4-ന് ആയിരത്തിരി ഉത്സവത്തിന് ശേഷം 28-ന് രാവിലെ 6:30-ന് ഉത്സവത്തിന് കൊടിയിറങ്ങും. തുടർന്ന് ഭണ്ഡാര വീട്ടിലേക്ക് തിരിച്ചെഴുന്നള്ളത്തോടെയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുക. ന്യൂസ് ബ്യൂറോ, ഉദുമ.